ഹായ്, നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? സുഖം. എൻ്റെ പേര് ശ്യാം. ഇതെൻ്റെ ചാനലാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആരും കാണുന്നൊന്നുമില്ല എന്നെനിക്കറിയാം. കാരണം 56, 68, 35 ഇത്രയൊക്കെ വ്യൂസേ ഉള്ളൂ ഇതിനകത്ത്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങളോടുകൂടി സംസാരിക്കാനും നിങ്ങളുടെ കൂടെയൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടൊരു വ്ളോഗ് ചാനലാണ്. അപ്പം പതിയെ മതിയെല്ലാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നും നമ്മുടെ മെയിൻ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയം തന്നെ. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയെ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ എത്ര കോൺഗ്രസ് വിഭാഗങ്ങളുണ്ടെന്നുള്ളത്? കാരണം ഉമ്മൻചാണ്ടിൻ്റെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. AIJ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാടുണ്ടല്ലോ. ഇതുവരേക്കും ഒരു എന്താ പറയുക, ഒത്തൊരുമയില്ലാത്തൊരു പാർട്ടിയെ പോലെയാണ് എനിക്ക് കോൺഗ്രസ്സിനെ മനസ്സിലായത്. കാരണം VD സതീശൻ എന്ന് പറയുന്ന പുള്ളി കഴിഞ്ഞ കുറേ നാളായിട്ട് എന്താ പറയുക, പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ? അപ്പം എനിക്ക് പുള്ളി അത്രയും ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സംസാര രീതിയുമൊക്കെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. കാരണം വെച്ചാൽ എങ്ങനെ വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ലെന്നല്ല, ആ ഒരു സംസാര രീതിയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ പുള്ളി ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടല്ലേ ഇപ്പം കോൺഗ്രസ് ജയിച്ചത്. അപ്പോൾ അതിനകത്ത് പിന്നെയും ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിത്തലയാണ്. ഓക്കെ, ചെന്നിത്തല കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ നേതാവ്. ഈ വേണുഗോപാലൊക്കെ എവിടെ നിന്ന് വന്നു ഇപ്പം പുതിയ ആൾക്കാർ? ഇവർ ഇപ്പം പെട്ടെന്ന് വന്നിട്ട് മുഖ്യമന്ത്രിയായി. പുള്ളി കേരളത്തിൽ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഒരു വിധവും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പറഞ്ഞു വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ VD സതീശൻ തന്നെയല്ലേ മുഖ്യമന്ത്രി ആവേണ്ടത്. നമുക്ക് കണ്ടിരുന്ന് കാണാം എന്താവുന്നുള്ളത്. അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ വിജയ്. വളരെയധികം സന്തോഷമുണ്ടായിരുന്നു കാരണം വിജയ് ജയിച്ചപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വിജയ് എനിക്കിഷ്ടം. ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളി ചെയ്യുന്ന പ്രവൃത്തികളും എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പുള്ളി മുഖ്യമന്ത്രി ആയാൽ അവിടെ ആവുമായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ശത്രുവിൻ്റെ ശസ്ത്രം മിത്രമെന്നുള്ള രീതിയിൽ മറ്റ് 2 പാർട്ടികൾ ഒന്നിച്ച് ആയിട്ട് ഇപ്പോൾ ഒരു പാർട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പാർട്ടിയല്ല, ഒന്നാവാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടിരുന്ന് കാണാം. രാഷ്ട്രീയം നല്ല രസമാണ് കാണാൻ. കണ്ടറിയാം എന്താവുമെന്ന്. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭരാത്രി.